ഇപ്പോഴത്തെ ഒരു അവസ്ഥ 6 പേരാണ് ആശുപത്രിയിലുള്ളത്. മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. നാട്ടുകാരായ റിയാസ് കൈരളി ന്യൂസിനോട് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവിടെ നേരത്തെ ഈ നിർമ്മാണത്തിലിരിക്കുന്ന അവിടെ ഒരു ക്രാക്ക് കണ്ടെത്തിയെന്ന് അത് അദ്ദേഹം പറയുന്നതാണ്. എത്രത്തോളം അത് സ്ഥിരീകരിക്കാനാകില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ് കൈരളി ന്യൂസിനോട്. അതുമായി കൂട്ടി വായിക്കാവുന്ന ചില കാര്യങ്ങളാണ് മന്ത്രി ടി സിദ്ദീഖും പറഞ്ഞത് ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് റിയാസ് നമ്മളോട് പറഞ്ഞത്, കൈരളി ന്യൂസിനോട് പറഞ്ഞത്, ഒരു ക്രാക്ക് കണ്ടെത്തി. ആ ക്രാക്കിൽ നിന്നാണ് ശബ്ദത്തോടു കൂടി ഇത് പൊട്ടി മാറുന്നത്. മാത്രമല്ല, ഇത് കേവലമായ ചെറിയ തോതിലുള്ള ഒരു മണ്ണിടിച്ചിലല്ല, ഇത് ഉരുൾപൊട്ടി എത്തിയതാണ്. മുകളിൽ നിന്ന് വെള്ളവും സമ്മർദ്ദത്തിലുള്ള വെള്ളവും മണ്ണും കല്ലുമായി ഒന്നാകെ നിലം പൊത്തുന്ന ഒരു രീതിയാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അത് ഭൂമിയുടെ അടിയിൽ രൂപം കൊള്ളുന്ന മഴയുമായി ബന്ധപ്പെട്ട വെള്ളത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. സാധാരണഗതിയിൽ ഒരു മണ്ണിടിച്ചിൽ എന്ന് പറയുമ്പോൾ കേവലം ഒരു ഭാഗത്തെ പാളി മണ്ണായി മാറുന്നതാണ്. അപ്പോൾ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉരുൾപൊട്ടൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്, മണ്ണിടിച്ചിലല്ല. അത്രയേറെ രീതിയിൽ ഉരുൾപൊട്ടി മുകളിലേക്ക് വരികയായിരുന്നു. ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ക്രാക്ക് കണ്ടെത്തിയത്, വിള്ളൽ കണ്ടെത്തുന്നത് കോൺക്രീറ്റിൽ. അതിനുശേഷം ആ ഭാഗം ഒന്നാകെ അടർന്നു വീഴുകയും ഒപ്പം ഉരുൾപൊട്ടുകയും ചെയ്ത ഒരു സാഹചര്യത്തെ സംബന്ധിച്ചാണ് നാട്ടുകാരനായ റിയാസ് കൈരളി ന്യൂസിനോട് വിശദീകരിച്ചത്. പക്ഷേ അത് എത്ര കണ്ട് ശാസ്ത്രീയമാണ് അല്ലെങ്കിൽ സ്ഥിരീകരണം ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഈ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ക്രോഡീകരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. മാത്രമല്ല, മന്ത്രി ടി സിദ്ദീഖ് ഇപ്പോൾ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ, അതായത് ഈ കൽപ്പറ്റയിലുള്ള വീടുകളുടെ നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥലത്തും പിന്നീട് ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥലത്തും ചില നിർദ്ദേശങ്ങൾ മഴയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങൾക്ക് അനുഗുണമായ തരത്തിലുള്ള ഒരു പ്രവൃത്തിയോ രീതികളോ അല്ല അവർ പിന്തുടർന്നത്. അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് സർക്കാർ പരിശോധിക്കും എന്നാണ് മന്ത്രി ടി സിദ്ദീഖ് പറഞ്ഞത്. അതും ഇപ്പോൾ നേരത്തെ നാട്ടുകാരനായ റിയാസ് പറഞ്ഞതുമായി ബന്ധപ്പെടുമ്പോൾ ചില കാര്യങ്ങൾ കൂട്ടി വായിക്കാവുന്നതാണ് എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, കള്ളാടി പുഴ കരകവിഞ്ഞു, മണ്ണിടിച്ചിലുണ്ടായി, ഭീകരമായ തരത്തിലേക്ക് മണ്ണും വെള്ളവും ഒന്നാകെ നിലംപൊത്തുകയായിരുന്നു. നിർമ്മാണത്തിലിരുന്ന തുരങ്കപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു. കോൺക്രീറ്റും മണ്ണുകളും അടക്കം താഴേക്ക് വീണതിൻ്റെ ഭാഗമായി നിരവധി പേർ അതിൻ്റെ അടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. 5 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അല്ല 6 പേരെ, മന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ 6 പേരുടെ പേരാണ് പറഞ്ഞത്. 6 പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 6 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ, സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയിട്ടുള്ളത്. 6 പേരും. പക്ഷേ ആരുടെയും നില ഗുരുതരമാണെന്നോ അവരുടെ അവസ്ഥയെ സംബന്ധിച്ചോ മന്ത്രി വിശദീകരിച്ചില്ല ഔദ്യോഗികമായി. പക്ഷേ 6 പേരുടെ പേര് പറഞ്ഞു. അപ്പോൾ 6 പേരാണ് ചികിത്സ തേടിയത്. അതിൻ്റെ അർത്ഥം 6 പേരാണ് മണ്ണിടിച്ചിലിൽ രക്ഷപ്പെടുത്താനായതെന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ പേരുണ്ടോ? അതാണ് ഇനി അറിയേണ്ടത്. അതിന് രക്ഷാപ്രവർത്തനവും അതിൻ്റെ പരിശോധനകളും നടത്തേണ്ടതുണ്ട്. അതിപ്പോൾ തുടരുകയാണ്. പക്ഷേ പര്യാപ്തമായ യന്ത്രങ്ങളോ പര്യാപ്തമായ NDRF സംഘങ്ങളും ഒന്നും ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ NDRF സംഘത്തെ അവിടേക്ക് എത്തിക്കാനുള്ള നീക്കവും നിർദ്ദേശവുമാണ് നൽകിയിരിക്കുന്നത്. മന്ത്രിമാർ നേരിട്ടെത്തി അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെയാണ് മന്ത്രി ടി സിദ്ദീഖ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ NDRF സംഘം അവിടേക്ക് എത്തേണ്ടതിൻ്റെ അനിവാര്യമായൊരു സാഹചര്യം കൂടിയുണ്ട്. 2 പേർ മരിച്ചു എന്ന ദുഃഖകരമായ കാര്യം കൂടിയുണ്ട്. 6 പേർ ചികിത്സ തേടിയതിൽ 2 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി എത്തുന്നത്. ജോഷില ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷില, മിനിസ്റ്റർ അത് പറഞ്ഞിരുന്നില്ല, പക്ഷേ അതിനുശേഷം നമുക്ക് അപ്ഡേഷൻ ലഭിച്ചു. 2 പേർ മരിച്ചു അല്ലേ? 6 പേരാണ് ചികിത്സ തേടിയെന്ന് മിനിസ്റ്റർ പറഞ്ഞു, ടി സിദ്ദീഖ് പറഞ്ഞു. പക്ഷേ 2 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് എത്തുന്നത് അല്ലേ ജോഷില? എന്തായാലും ജോഷില കേൾക്കാമെങ്കിൽ 2 പേർ മരിച്ചു അല്ലേ? തീർച്ചയായും ഇപ്പോൾ വാർഡ് മെമ്പർ നൽകുന്ന കണക്കനുസരിച്ച് 2 പേർ മരിച്ചു എന്നാണ് അറിയുന്നത്. അന്യ സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത്. ഇവിടെയുള്ള നാട്ടുകാരല്ല, ജോലിക്ക് വന്നവരാണ്. അതിൽ ഒരാളെ ചൂരൽമല ഭാഗത്ത് നിന്നാണ് കിട്ടിയത്. ഒരാളുടെ മൃതദേഹം കിട്ടി എന്നുള്ള അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല, കാരണം അപ്പുറത്തെ ഭാഗത്താണ്. അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂരൽമല ഭാഗത്ത് നിന്നും ഇപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മൃതദേഹം അപ്പുറത്ത് തന്നെ കിടത്തുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ചൂരൽമല ഭാഗത്ത് ഒരാൾ മരിച്ചിട്ടുണ്ട്. നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരാളും മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. 2 പേർ മരിച്ചു. ബാക്കി 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അജിംഷാദ്. തീർച്ചയായും ജോഷില, ഇപ്പോൾ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന്, അവിടേക്കുള്ള പാത തടസ്സപ്പെട്ടു. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മീനാക്ഷി പാലം തടസ്സപ്പെട്ടു. ഈ പ്രദേശം ഒറ്റപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിന്
തടസ്സം നിൽക്കുന്ന മറ്റൊന്ന് ഇപ്പോഴും അവിടെ മഴ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബലമില്ലാത്ത മണ്ണിൽ ഒന്നാകെ കുത്തിയൊലിച്ച മണ്ണിൽ വീണ്ടും മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ് അല്ലേ ജോഷ്ല? തീർച്ചയായും മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് ശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണൊലിപ്പ് തുടരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. മണ്ണൊലിപ്പ് നിന്നിട്ടില്ല. ആ ഭാഗത്ത് മണ്ണൊലിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീനാക്ഷി എസ്റ്റേറ്റിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളാണ്, എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന 20ഓളം തൊഴിലാളികളുണ്ട്. അവരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ പ്രദേശത്ത് നിന്നും വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഒഴിപ്പിക്കാൻ വേണ്ടി. മീനാക്ഷി പാലത്തിന്റെ അപ്പുറത്ത് തീർച്ചയായും മുഴുവനായും ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. NDRF സംഘം അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. നാട്ടുകാർ എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് നാട്ടുകാരായ പ്രദേശവാസികളായ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുതന്നെ ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. ആരായാലും പെടാൻ പാടില്ല. പക്ഷെ എന്നാൽ കൂടുതൽ പേർ അതിൽ പെട്ടിട്ടില്ല എന്നതാണ് നമുക്ക് ആശ്വാസം അല്ലേ ജോഷ്ല? തീർച്ചയായും കൂടുതൽ പേർ, അതായത് വന്ന് വിനോദസഞ്ചാരികൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തൊഴിലാളികളാണ് ഇതിൽ പെട്ടിട്ടുണ്ടാവാൻ സാധ്യത കൂടുതൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബസ് ഈ മണ്ണിനടിയിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. അതിൽ കൂടുതൽ തൊഴിലാളികൾ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിന്റെ കണക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ആ കണക്കെടുത്താൽ മാത്രമേ എത്ര തൊഴിലാളികൾ അതിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തീർച്ചയായും തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിഞ്ഞു. തുരങ്കപാതയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കോൺക്രീറ്റ് സ്ലാബുകൾ നിലംപൊത്തുന്നു. 6 പേർ അതിൻ്റെ ഉള്ളിൽ പെടുന്നു. അവരെ 6 പേരെയും പുറത്തെത്തിച്ചെങ്കിലും 2 പേരുടെ ജീവൻ നഷ്ടമായി. അതാണ് ഏറ്റവും ദുഃഖകരമായ ഈ ഘട്ടത്തിലെ കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഈ മണ്ണിടിഞ്ഞു വീണ ഭാഗങ്ങളിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു ആശങ്കയുണ്ട്. കാരണം അവിടെ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 6 പേരെ രക്ഷപ്പെടുത്തിയ 6 പേരും അതിഥി തൊഴിലാളികളാണ്, നമ്മുടെ സഹോദരങ്ങളായ അതിഥി തൊഴിലാളികളാണ് 6 പേരും അവിടെ ഉള്ളത്. അതിൽ 2 പേരാണ് മരിച്ചിരിക്കുന്നതെന്ന് വാർഡ് മെമ്പറെ ഉദ്ധരിച്ച് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്, ജോഷ്ല റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഈ വിനോദസഞ്ചാരികൾ സ്വാഭാവികമായുണ്ട്. അപ്പോൾ ഈ പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് വിനോദസഞ്ചാരികൾ അവിടേക്ക് എത്തും. മഴയായതുകൊണ്ട് അങ്ങനെ അധികമായി വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്നിരുന്നാലും വിനോദസഞ്ചാരികൾ വരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. മാത്രമല്ല ഈ യാത്ര അതുവഴി കടന്നു പോകുന്ന യാത്രക്കാർ വാഹനം നിർത്തി അവിടെ നിൽക്കുകയും ആ പണികൾ മറ്റ് കാണുകയും ഒക്കെ ചെയ്യും. കാരണം തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നൊരു ഘട്ടമായതുകൊണ്ട് ആ തുരങ്കപാതയെ സംബന്ധിച്ചുള്ള വർക്കുകൾ കാണാനായി അവിടെ എത്തുന്നവരുണ്ട്. ഈ പ്രകൃതി രമണീയമൊക്കെ ഷൂട്ട് ചെയ്യാനായി എത്തുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഘടകമാണ് ഈ മണ്ണിനടിയിൽ മറ്റുള്ളവർ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിലേക്ക് പോകുന്നത്. മാത്രമല്ല അവിടെ തീവ്രമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഇപ്പോൾ മുമ്പിലുള്ള വെല്ലുവിളി. ഒന്ന്, അവിടെ മഴ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബലമില്ലാത്ത മണ്ണാണ്. അത് സ്വാഭാവികമായും നിലംപൊത്തും. വെള്ളം വീഴുന്നതോടുകൂടി കൂടുതൽ ശക്തിയായി മണ്ണിടിച്ചിലുണ്ടാകും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പ്രകാരം നോക്കുമ്പോൾ ഇത് കേവലമായൊരു മണ്ണിടിച്ചിലല്ല, ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. നേരത്തെ റിയാസ് എന്ന നാട്ടുകാരൻ കൈരളി ന്യൂസിനോട് അത് പറഞ്ഞു. മണ്ണിടിച്ചിലല്ല, മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ, പക്ഷേ ഇത് ഉരുൾപൊട്ടി മുകളിൽ നിന്ന് താഴേക്ക് വീണതാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ മലയുടെ ഭാഗത്ത് നിന്ന് കാന്തിയെടുത്ത് താഴേക്ക് വീണ പോലെ ഒരു കുഴിയാണ്. അപ്പോൾ സ്വാഭാവികം അത് ഉരുൾപൊട്ടലിൻ്റെ ഒരു ലക്ഷണമാണ് ദൃശ്യങ്ങൾ കാണുന്നത്. അറിയില്ല എങ്കിൽ പോലും അത് കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എങ്കിൽ പോലും ഒരു ഉരുൾപൊട്ടലിൻ്റെ സ്വഭാവമുള്ള മണ്ണിടിച്ചിൽ തന്നെയാണ് ഉണ്ടായതെന്നാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ 2-3 സ്ഥലങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുന്നതിന്, മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം എത്തിക്കുന്നതിന് വലിയ പരിമിതിയുണ്ട്. കൂടുതൽ സംഘങ്ങൾക്ക് അവിടേക്ക് എത്തുന്നതിന് പരിമിതിയുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ടൊരു സാഹചര്യമാണ്. കള്ളാടി മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം ഒറ്റപ്പെട്ടൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ അവിടേക്കുള്ള പ്രധാനപ്പെട്ട നിർണായകമായൊരു പാലമുണ്ട്. അത് മീനാക്ഷി പാലമാണ്. ആ പാലത്തിലേക്ക് മണ്ണും വെള്ളവും കല്ലും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അത് നീക്കം ചെയ്താൽ മാത്രമേ അവിടേക്കുള്ള പാത സുഗമമാകൂ. ഇങ്ങനെ ഒരു വലിയ തടസ്സം. അപ്പോൾ 2 ഘടകങ്ങളാണ് അവിടെ തടസ്സമായി നിൽക്കുന്നത്. ഒന്ന്, തീവ്രമായ മഴ. 2, ഇത്തരത്തിൽ സ്ഥലം ഒറ്റപ്പെട്ട